പരിശുദ്ധമായ ഖുർആനിൽ ദുആകൾ തുടങ്ങുന്നത് 3 ശൈലിയിലാണ്. 3 രൂപത്തിലാണ് ഖുർആനിൽ ദുആകൾ തുടങ്ങുന്നത്. ഏതൊക്കെയാണത്? വിശുദ്ധമായ ഖുർആനിൽ 40ഓളം സ്ഥലങ്ങളിൽ റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ദുആകളുണ്ട്. ഏകദേശം 40ഓളം ദുആകൾ റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ദുആയാണ്. ഈ ദുആകളിൽ നിന്നും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും, പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയത്തും, നമുക്ക് സ്ഥിരമായി ഓതാൻ പറ്റിയ ഒരു 15 ദുആകൾ, അതിൻ്റെ അർത്ഥം, അത് ഏത് സമയത്ത് പറയണം, അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ കേൾക്കാം. സാധാരണ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്തപ്പോഴും എപ്പോഴും ചെയ്യുന്ന ഒരു ദുആയാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ റബ്ബനാ ളലംനാ അൻഫുസന, അതുപോലെ റബ്ബനാ തഖബ്ബൽ മിന്ന. ഈ ദുആകളാണ് നമുക്ക് റബ്ബന കൊണ്ട് തുടങ്ങുന്നതായിട്ട് നമുക്കറിയാവുന്നത്. എന്നാൽ ഇതല്ലാത്ത ഒരുപാട് ദുആകൾ വിശുദ്ധമായ ഖുർആനിൽ റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്നതായി കാണാം. അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത 15ഓളം ചെറിയ റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദുആകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് കേൾക്കുകയും ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്താൽ വമ്പൻ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുന്ന ഒരുപാട് ദുആ വസിയത്തുകൾ, അതല്ലാതെ നേരിട്ട് പറയുന്നവർ, ഫോണിൽ വിളിച്ചു പറയുന്നവർ, അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകട്ടെ. അല്ലാഹു തആല ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ നമ്മളിൽ നിന്നും, അവരുടെയൊക്കെ ഖബറിടം വിശാലമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആനിൽ ഒരുപാട് ദുആയുണ്ട്. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് ഖുർആനിലെ ദുആയാണെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആനിൽ 3 തരത്തിലാണ് ദുആകളുള്ളത്. ഒന്ന് റബ്ബന എന്ന് തുടങ്ങുന്ന ദുആകളാണ്. റബ്ബന എന്ന ആ ഒരു വാക്ക് കൊണ്ട് തുടങ്ങുന്ന ദുആ, അത് പ്രവാചകന്മാർ ചെയ്ത ദുആയുണ്ട്, അതല്ലാതെ സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ദുആയായി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്ഷിതാവേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു ഒന്നാമത്തെ സെക്ഷനാണ്. രണ്ടാമത്തെ സെക്ഷൻ റബ്ബി എന്നുള്ള വാക്കുകൊണ്ട് തുടങ്ങുന്നു. റബ്ബി എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ എന്ന് തുടങ്ങുന്ന ദുആകൾ. അതുപോലെ മറ്റൊരു സെക്ഷനാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് തുടങ്ങിയിട്ടുള്ള ദുആകൾ. ഈ 3 തരത്തിലാണ് ഖുർആനിലുള്ള ദുആകളെ നമുക്ക് തരംതിരിക്കാൻ പറ്റുക. ഇന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധമായ ഖുർആൻ 6666 ആയത്ത്, 114 സൂറത്തുകളെടുത്ത് പരിശോധിച്ചാൽ അതിൽ നമുക്ക് കാണാം ഏകദേശം 40ഓളം ദുആകൾ റബ്ബന 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 എന്ന വാക്കുകൊണ്ട് തുടങ്ങുന്ന 40ഓളം ദുആകളുണ്ട്. ആ 40ഓളം ദുആകളിൽ നിന്നും നമ്മുടെ നിത്യജീവിതത്തിൽ, പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത ദുആകളിലും നമുക്ക് പറയാൻ പറ്റിയ വളരെ എളുപ്പമുള്ള 15 ദുആകളാണ് എൻ്റെ ഉമ്മമാർക്കും എൻ്റെ ഉപ്പമാർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായും പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ദുആകൾ നമ്മൾ കാണാതെ പഠിച്ചാൽ വലിയ കൂലിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കൂടി പഠിപ്പിച്ചാൽ വമ്പൻ പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് 15 ദുആകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ വേണ്ട സമയത്തൊന്ന് ആവർത്തിച്ച് കാണുകയോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്ന ഒരു ദുആ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ 2 ദുആ നമുക്ക് പ്രധാനമായിട്ടും അറിയാവൂ. പക്ഷെ അതല്ല, ഖുർആനിൽ എമ്പാടും ദുആകളുണ്ട്. പ്രത്യേകിച്ച് റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ദുആകൾ നമുക്ക് പഠിക്കാം. ഒന്നാമതായി വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൻ്റെ 8ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്
വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദുആയാണ് ഈ പറഞ്ഞത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അംദൽ വഹാബ്. പടച്ചവനെ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുത് റബ്ബേ. ഞങ്ങളൊക്കെ ഇപ്പോൾ മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത്, മുസ്ലിമായിട്ടാണ് ജനിച്ചത്. റബ്ബേ, ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ ഈമാൻ നീ തെറ്റിച്ച് കളയരുത് അല്ലാ. നിന്റെ ഭാഗത്തു നിന്നുള്ള കരുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് റബ്ബേ. നിശ്ചയമായും നീ ഔദാര്യമുള്ളവനാണ് എന്നാണ് ഈ ദുആഇൻ്റെ അർത്ഥം. ഇത് നിസ്കാരങ്ങൾക്ക് ശേഷം പറഞ്ഞാൽ ഈമാനോടുകൂടി മരിക്കാൻ പറ്റുമെന്ന കെലിമ പറഞ്ഞു മരിക്കാൻ പറ്റിയ ഒരു ദുആയാണ്. ഇത് പഠിച്ചു വെച്ചോ. ഒന്നുകൂടി പറയാം. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത ദുആകളിലും നമുക്ക് കൂട്ടമായിട്ട് ദുആരക്കുമ്പോഴും ഒറ്റക്ക് ദുആരക്കുമ്പോഴും ഒക്കെ ഈ ദുആ പറയാം. അപ്പോൾ ഒന്നാമത്തെ ദുആ ഇതാണ്, പഠിച്ചു വെച്ചോ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന രണ്ടാമത്തെ ദുആയാണ്. രണ്ടാമതായി സൂറത്തു ആലി ഇംറാനിൻ്റെ 147-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹു, ഇതെന്ത് വലിയ ദുആ! ഒരു പാടുമില്ല. ഇത് നമ്മൾ 1-2 ദിവസം ഇങ്ങനെ ആവർത്തിച്ച് ഓതിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനഃപ്പാടമാകും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ദുആയാണ് സൂറത്തു ആലി ഇംറാനിൻ്റെ 147. ഏതാണ് ആ ദുആ? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. എന്താണ് ആ ദുആഇൻ്റെ അർത്ഥം? അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ, അതുപോലെ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അക്രമങ്ങൾ, അതിക്രമങ്ങൾ നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തണേ, നീ പതർപ്പിക്കരുത് റബ്ബേ. സത്യമാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. സത്യനിഷേധികളായ ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. മുസ്ലിം സമൂഹമൊക്കെ ഇന്ന് വലിയ പ്രയാസത്തിലാണ്. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ എന്നാണ് ഈ ദുആഇൻ്റെ അർത്ഥം. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന ഖുർആനിലെ മൂന്നാമത്തെ ദുആയാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു അഅറാഫിൻ്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ദുആ, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ചൊല്ലിയ ദുആയാണ്. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. സൂറത്തുൽ അഅറാഫിൻ്റെ 23-ാമത്തെ ആയത്തിലുള്ള ദുആ, ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചിരിക്കുകയാണ്, പാപം ചെയ്തിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ അല്ലാ. നീ പുറത്തു തന്നില്ലെങ്കിൽ, കരുണ ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊക്കെ വലിയ നഷ്ടം സംഭവിച്ചവരിൽ പെട്ടുപോകുമല്ലാ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പരിശുദ്ധമായ ഖുർആനിലെ റബ്ബന കൊണ്ട് തുടങ്ങുന്ന 4-ാമത്തെ ദുആയാണ് സൂറത്തുൽ ഫുർഖാനിൻ്റെ 74-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്ന ദുആ. ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും ദ്വാരക്കുന്ന ദുആയാണ്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് സൂറത്തിലാണെന്ന്. ആ ഈ സൂറത്താണ് സൂറത്തുൽ ഫുർഖാനിൻ്റെ 74-ാമത്തെ ആയത്താണിത്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഇവരിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ അല്ലാ. അല്ലാഹുവേ, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കണേ, നേതാവാക്കണേ അല്ലാ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്തൊക്കെ ഉണ്ടാവാൻ ഈ ദുആ നമ്മൾ പതിവാക്കണം. സൂറത്തുൽ ഫുർഖാനിൻ്റെ 74-ാമത്തെ ആയത്ത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന ഖുർആനിലെ 4-ാമത്തെ ദുആ ഏതാണ്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇനിയോ
ഖുർആനിലെ റബ്ബന കൊണ്ട് തുടങ്ങുന്ന അഞ്ചാമതായി നമ്മൾ പറയുന്ന ദുആയാണ് സൂറത്തുൽ ബഖറയുടെ 201 ആയത്തിലുള്ള ദുആയാണ്. ഏതാണത്? നമുക്കറിയാവുന്ന, നമ്മളെപ്പോഴും പറയുന്ന, നമ്മുടെ വായിൽ എപ്പോഴും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദുആ ഇറക്കുമ്പോൾ ഈ ദുആയാണ് നമ്മുടെ നാവിൽ ആദ്യം വരുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഖൈർ എന്താണോ ആ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ പരലോകത്ത് ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും കാക്കണേ അല്ലാ എന്നാണ് ഈ ദുആഇന്റെ അർത്ഥം. അപ്പോൾ സൂറത്തുൽ ബഖറയുടെ 201 ആയത്താകുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ദുആയാണ് റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദുആ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുൽ മാഇദയുടെ 83 ആയത്തിൽ റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഇങ്ങനെയൊക്കെ ദുആ ഉണ്ടോ ഉസ്താദെ എന്ന് ചോദിക്കുന്ന ആളുണ്ട്. അതെ, വളരെ സിമ്പിളാണ് ഇതൊക്കെ പറയാൻ. സൂറത്ത് മാഇദയുടെ 83 ആയത്തിലുള്ള ദുആയാണ്, ചെറിയൊരു ദുആയാണ്. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. നമ്മുടെ മക്കൾക്കൊക്കെ വേഗത്തിൽ മനപ്പാഠമാക്കാൻ പറ്റിയൊരു ദുആയാണ്. നമ്മളെല്ലാവരും ഇത് പഠിച്ചിട്ട് ദുആ ചെയ്താൽ, പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യുമ്പോൾ ഏറ്റവും ഖൈറായ ദുആ ഖുർആനിൽ വന്നിട്ടുള്ള ദുആയാണ്. ഏതാണ് ദുആ ഇപ്പോൾ പറയുന്നത്? റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരും നിന്നിൽ വിശ്വസിച്ചിരിക്കുകയാണ് അല്ലാ. അതിനാൽ സത്യവിശ്വാസികൾ, അതുപോലെ തന്നെ സത്യസാക്ഷികൾ, രക്തസാക്ഷികൾ, അവരോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ സൂറത്തുൽ ആറാഫിൻ്റെ 47 ആയത്തിലുള്ള റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയാണ്. ഏതാണ് ആ ദുആ എന്നറിയോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ദുആയാണ്. റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും അക്രമകാരികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ നീ ആക്കരുതേ അല്ലാഹ്. അല്ലേ, വലിയ ശ്രേഷ്ഠതയുള്ള ദുആയാണ്. റബ്ബനാ ലാ തജ്അൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ. ഈ ദുആ നമ്മൾ പതിവാക്കാൻ ശ്രമിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ആറാഫിലെ തന്നെ 126 ആയത്ത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയാണ്. ഏതാണ് ആ ദുആ? റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. ഏതാണ് അത്? ഒന്നുകൂടി പറയാം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞ് നൽകണേ അല്ലാ. ക്ഷമയുള്ളവരാക്കണേ അല്ലാ. എന്തിനും ഏതിനും കോപിക്കുന്ന, ദേഷ്യപ്പെടുന്ന ആളുകൾ ആക്കരുതേ അല്ലാ. ഞങ്ങളെ നീ മരിപ്പിക്കുമ്പോൾ മുസ്ലിമായിട്ട് വേണം റബ്ബേ നീ മരിപ്പിക്കാൻ. 9 നമ്മൾ പറയുന്ന ദുആ ഏതെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൻ്റെ 41 ആയത്തിൽ അല്ലാഹു തആല പറയുന്ന റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയാണ്. റബ്ബന ഗുഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. മക്കളായ ആളുകൾ, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ദുആയാണിത്. മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട, മക്കൾ ചെയ്യേണ്ട ഒരു ദുആയാണ് ഈ ദുആ. റബ്ബന ഗുഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അല്ലാഹുവേ പടച്ചവനെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പൊറുത്ത് തരണേ അല്ലാ. ആഖിറത്തിൽ വരുമ്പോൾ എനിക്കും എൻ്റെ ഉമ്മക്കും എൻ്റെ വാപ്പക്കും സത്യവിശ്വാസികൾക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ എന്നാണ് ഈ ദുആഇൻ്റെ അർത്ഥം. റബ്ബന ഗുഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്.
ഇനി 10-ാമതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളൊക്കെ വെള്ളിയാഴ്ച രാവിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലും നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൻ്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല റബ്ബന കൊണ്ട് തുടങ്ങുന്നൊരു ദുആ പറയുന്നുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബനാ ആതിനാ മിൻ ലദുങ്ക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. നമ്മളൊക്കെ ഇത് ആയത്തുകൾ ഓതി പോകുന്നതാണ്, പക്ഷേ ഈ ഒരു ദുആയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. ഇതൊരു ദുആയാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം ഇമാമ് നിൽക്കുന്ന ആളുകൾ ഉറക്കെ ദുആരക്കുമല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റിയൊരു ദുആയാണ്. അല്ലാതെ ഒറ്റക്ക് ഇരിക്കുമ്പോഴും ഒറ്റക്ക് നമ്മൾ ദുആരക്കുമ്പോഴും പറയാൻ പറ്റിയൊരു ദുആയാണ്. ഏതാണ് ദുആ? റബ്ബനാ ആതിനാ മിൻ ലദുങ്ക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. എന്താണ് അതിൻ്റെ അർത്ഥം? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങൾ നീ നേരാവണ്ണം നിർവഹിക്കാൻ നീ സൗകര്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ട്, എല്ലാം മാറ്റിയിട്ട് നേരെ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ മിൻ ലദുങ്ക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. ആ ദുആയും നമ്മൾ പഠിച്ചു വെക്കാൻ മറന്നു പോവരുതേ. റബ്ബന കൊണ്ട് തുടങ്ങുന്ന 11-ാമതായി നമ്മൾ പറയുന്ന മറ്റൊരു ദുആ സൂറത്തുൽ മുഅ്മിനീനിന്റെ 109-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്. ഏതാണ് ദുആ? റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅന്ത ഖൈറുർ റാഹിമീൻ. ഒന്നുകൂടി പറയാം. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅന്ത ഖൈറുർ റാഹിമീൻ. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 109-ാമത്തെ ആയത്താണ്. എന്താണ് അതിൻ്റെ അർത്ഥം? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, അതിനാൽ ഞങ്ങൾക്ക് നീ പാപങ്ങൾ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണേ അല്ലാ. നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ അല്ലാ. നമ്മുടെ പാപങ്ങൾ അധികരിക്കുമ്പോൾ അല്ലേ, നമ്മൾ ഇസ്തിഗ്ഫാർ പറയൂലേ, നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ ദുആ കൂടിയാണിത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ പറ്റിയൊരു ദുആ കൂടിയാണിത്. ഒന്നുകൂടി പറയാം. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅന്ത ഖൈറുർ റാഹിമീൻ. ഇനി പറയാൻ പോകുന്നത് സൂറത്തുൽ ഫുർഖാനിൻ്റെ 65, 66 ആയത്തുകൾ ചേർത്തിട്ടുള്ള ഒരു റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആയാണ്. ഏതാണ് ആ ദുആ? നരകമോചനം കിട്ടാൻ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയത്തും നരകത്തിൽ നിന്നും രക്ഷ കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ദുആ ഇന്ന് മുതലേ പതിവാക്കണേ. ഏതാണ് ആ ദുആ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ഒന്നുകൂടി പറയാം. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. സൂറത്തുൽ ഫുർഖാൻ 65, 66. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നും നരകശിക്ഷ നീ ഒഴിവാക്കി തരണേ അല്ലാ. നരകത്തിൽ നിന്നുള്ള മോചനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നരകത്തിലുള്ള ശിക്ഷയെന്ന് പറയുന്നത് അതിലേക്കങ്ങാനം വീണുപോയാൽ പിന്നെ ഒരു രക്ഷയുമില്ലല്ലോ. നരകത്തിൽ വീണുപോയാൽ പിന്നെ അതൊരു വലിയ പ്രയാസമാണല്ലോ അല്ലാ. നിശ്ചയമായും നരകം എന്നുള്ളത് അതൊരു ചീത്ത വീടാണ്, ചീർത്ത ഒരു താവളമാണ്, മോശപ്പെട്ട ഒരു പാർപ്പിടമാണല്ലോ. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നരകത്തിൽ നിന്നും മോചിപ്പിക്കണേ അല്ലാ. നരകത്തെ ഞങ്ങളെ കടത്തരുത് റബ്ബേ എന്ന് അർത്ഥം വരുന്ന ദുആയാണ്. നല്ല ശ്രേഷ്ഠതയുള്ള ദുആയാണ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ഇനി പറയാൻ പോകുന്നത് 13-ാമതായി നമ്മൾ പറയുന്നു റബ്ബന കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ദുആ സൂറത്തു തഹരീമിൻ്റെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബന അത്തിമിം ലനാ നൂറനാ ഫഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി പറയാം. റബ്ബന അത്തിമിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. അതായത് ഞങ്ങളുടെ പ്രകാശമാകുന്ന ഈമാൻ എന്ന പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. നീ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണല്ലോ. ഞങ്ങളുടെ എല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നടത്തി തരണേ അല്ലാ. ഒന്നുകൂടി പറയാം. ദുആ റബ്ബന അത്തിമിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദുആയാണല്ലോ. റബ്ബന കൊണ്ട് തുടങ്ങുന്ന 15 ദുആകളിൽ 14-ാമതായി നമ്മൾ പറയുന്നത് സൂറത്തുൽ ഹശ്റിന്റെ 10-ാമത്തെ ആയത്തിലുള്ള ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? ഈ ദുആയാണ് ഉസ്താദുമാർ, ഖത്തീബുമാർ വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ട് ആ മിമ്പറിൽ നിന്നും ഖുതുബ നിർവഹിച്ചതിന് ശേഷം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ പറയുന്ന ഒരു ദുആയാണിത്. റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദുആ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഒന്നുകൂടി പറയാം. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, പടച്ചവനെ, ഞങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്നും ഞങ്ങളോടൊപ്പം സത്യവിശ്വാസം വിശ്വസിച്ച ആളുകളുണ്ട്, മുസ്ലിമായ ആളുകളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും ഈമാൻ കൊണ്ട് മുൻകടന്നു പോയ ആളുകൾ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ വിശ്വാസികളായ ആളുകളുണ്ട്. അവർക്കും നീ പൊരുത്തപ്പെട്ട് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു വിദ്വേഷവും നീ വെക്കരുത് അല്ലാ. തീർച്ചയായും നീ ദയയുള്ളവനും കാരുണ്യമുള്ളവനുമാണ്. ഇനി 15-ാമതായി നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുൽ ബഖറയുടെ 127-ാമത്തെ ആയത്തിലുള്ള റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദുആയാണ്. ഏതാണ് ആ ദുആ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ചെയ്ത ദുആയാണ് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവ്. ഇത് നമ്മൾ എപ്പോഴും ദുആരക്കുന്ന ദുആയാണ്. നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ദുആരക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ ദുആ കൊണ്ടുവരാറുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ സുകൃതം, ഈ കഅബയുടെ പണി പൂർത്തീകരിച്ചത്, അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നിശ്ചയമായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നമ്മൾ ഈ ദുആയിൻ്റെ കൂടെ മറ്റൊരു ദുആയും കൂടി ആഡ് ചെയ്താ പറയുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അപ്പോൾ ഈ ദുആകൾ നമുക്കറിയാവുന്ന ദുആയുണ്ട്, അറിയാൻ പാടില്ലാതെ നമ്മളിപ്പോൾ ആദ്യമായി കേൾക്കുന്ന ദുആ കൂടിയുണ്ട്. അപ്പോൾ ഈ ദുആകൾ നമ്മൾ മനഃപ്പാഠമാക്കിയാൽ ഏറ്റവും ഖൈറാണ്. ഇല്ലെങ്കിൽ ഒന്ന് നോക്കിയാണെങ്കിൽ നമ്മൾ 2-3 ദിവസം ഈ ദുആകൾ പറഞ്ഞാൽ തനിയെ നമുക്ക് മനഃപ്പാഠമാകും. ഇനി എന്തെങ്കിലും ഒരു ദുആ മനഃപ്പാഠമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെ എന്ത് ചെയ്യുക? ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പറിൽ നോക്കി നമ്മൾ ദുആ ചെയ്താൽ മതി. ഒരു പേപ്പറിലേക്ക് ഈ പറയപ്പെട്ട ദുആകൾ എഴുതി വെക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പേപ്പർ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ പേപ്പർ നോക്കി നമ്മൾ ദുആ ചെയ്താലും അല്ലാഹു തആല ദുആ സ്വീകരിക്കും. മനഃപ്പാഠമാക്കാൻ പറ്റിയില്ല, ഏറ്റവും ഖൈറാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ റബ്ബന കൊണ്ട് തുടങ്ങുന്ന 40 ദുആകളിൽ 15 ദുആയാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞത്. ഇത് പല പ്രവാചകന്മാരും ചെയ്ത ദുആയാണ്. ഈ ദുആകൾ നിസ്കാരങ്ങൾക്ക് ശേഷവും അതല്ലാത്ത ദുആകളിലും നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഇഹപര വിജയമുണ്ടാകും. ഓരോരോ ദുആകൾക്കും വ്യത്യസ്തമായ കൂലിയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ അതൊക്കെ വിശദമായിട്ട് പറയാം. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, ഈ 15 ദുആ ഉണ്ടല്ലോ, ഈ 15 ദുആയും ഒന്നിച്ച് ഞങ്ങൾ ദുആരക്കണോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ദുആ. ഈ ദുആകൾ കേട്ടപ്പോൾ പല ദുആകളും നമ്മൾക്ക് അറിയാമായിരുന്നു, പക്ഷെ മറന്നുപോയ ദുആകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈൻ ചെയ്തിട്ട്, ചില ദുആകൾ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നതാണ്, അതല്ലാത്ത മറ്റ് ദുആകൾ നമ്മൾ പഠിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ബുക്കിൽ പേപ്പറിൽ എഴുതിയെടുക്കുകയോ നമ്മൾ ചെയ്തിട്ട് ദുആരക്കാൻ ശ്രമിക്കുക. 15 ദുആ ഒന്നിച്ച് ദുആരക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ദുആ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ്. ഇത് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ദുആയാണ്. അത് ശ്രേഷ്ഠമായ ദുആകളാണ്. ഇത് ജീവിതത്തിൽ നിത്യമായി പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുടെ കൂട്ടത്തിൽ, ഖുർആൻ ഓതി പ്രതിഫലം വാങ്ങുന്നവരുടെ കൂട്ടത്തിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ.